എന്തൊക്കെയായിരുന്നു. 29 രൂപയ്ക്ക് ഭാരതരി, അമ്പലങ്ങളിൽ കയറിയിറങ്ങുന്നു, പള്ളികളിൽ കയറിയിറങ്ങുന്നു, മാതാവിന് പൊൻകിരീടം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 29 രൂപയ്ക്ക് ഭാരതരി ഒറ്റ ദിവസം ഉള്ളായിരുന്നോ ഇലക്ഷന് മുമ്പ്? അതോ ഇലക്ഷന്റെ തലേന്ന് കഞ്ഞി കുടിച്ച് ഇലക്ഷൻ ഒന്ന് വോട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു കൊടുത്തതാണോ? എന്തൊക്കെ കൊട്ടി ഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ. 29 രൂപയ്ക്ക് അങ്ങ് തള്ളിക്കൊടുക്കുക, വാരിക്കൊടുക്കുക, ഊട്ടുക. എവിടെ പോയി എല്ലാം? ഇലക്ഷൻ കഴിഞ്ഞതൊന്നും ഇല്ലേ? തീർന്നു എല്ലാം. ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഇലക്ഷന് മുമ്പ് വരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ, അതുപോലെ PC ജോർജ് അണ്ണൻ, പിന്നെ ആന്റണിയുടെ മകൻ എന്ന് പറയപ്പെടുന്ന അനിൽ ആന്റണി, ഇവരൊക്കെ സുരേഷ് ഗോപി ആണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ തേടി നടക്കുന്നു, മാതാവിന് ചെമ്പില് സ്വർണം പൂശിയ കിരീടം കൊടുക്കുന്നു, പള്ളിയിൽ പോയി കഞ്ഞി കുടിക്കുന്നു. അപ്പോ ക്രിസ്ത്യാനികളായ PC ജോർജ് അണ്ണനും ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ഒക്കെ അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തുന്നു. ജീവിതത്തിൽ ഇതുവരെ മാക്സിമം ഹിന്ദുക്കളെയും മനസ്സിൽ തെറിയും വിളിച്ച് അമ്പലങ്ങൾ കണ്ടാൽ തിരിഞ്ഞുപോലും നോക്കാത്തവന്മാരാണ് ഇലക്ഷൻ പ്രമാണിച്ച് അമ്പലങ്ങൾ കയറി നടന്ന് നേർച്ചയും വഴിപാടും നടത്തിയത്. ഇപ്പൊ എവിടെ? ഇവർക്ക് അതൊന്നും ഇനി വേണ്ടേ? ഇലക്ഷൻ വരെ മതിയായിരുന്നുള്ളോ ഇതെല്ലാം? ഈ ആളുകളെ പറ്റിക്കുന്ന പരിപാടികൾ, അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങുന്ന പരിപാടികളൊക്കെ ഇലക്ഷൻ മതിയെ വേണ്ടായിരുന്നുള്ളോ? അല്ലേ? ഞാൻ ഇത് ആലോചിക്കുന്നേ. സ്വിച്ചിട്ട പോലെയല്ലേ എല്ലാം നിന്നത്. ഇലക്ഷന് മുമ്പാണെങ്കിൽ സുരേഷ് ഗോപി അണ്ണന്റെ വീഡിയോകൾ ഇങ്ങനെ സഹായിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, താലോലിക്കുന്നു, തലോടുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ സ്വിച്ചിട്ട പോലെ അങ്ങ് നിന്നു. ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഞങ്ങളൊക്കെ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ജനങ്ങളുടെ കയ്യിലുള്ള വോട്ട് നേടിയാൽ പിന്നെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുക പോലും ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾ വിശ്വസിച്ചിട്ടുമുണ്ട്. അതനുസരിച്ച് വോട്ടും ചെയ്തെന്നാണ് ഞങ്ങളൊക്കെ കരുതപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞു അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞതും ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒന്ന് തന്നെയല്ലേ? അല്ല, ചിന്തിക്ക്. അല്ല, ഇത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ്, ലവന്മാർക്ക് ചിന്തിക്കാനുള്ളതല്ല. അമ്മമാർ ചിന്തിച്ചാൽ അതിന്റെ ഐഡിയ പിടികിട്ടത്തില്ല. അമ്മമാർക്ക് എപ്പോഴും അവർ വേറെ ബുദ്ധി കൊണ്ടല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന സംഭവങ്ങളും ഇലക്ഷന് മുമ്പ് ശേഷം നടന്ന കാര്യങ്ങളും അമ്മമാർക്ക് അറിയില്ല. അറിഞ്ഞാലും അവർക്ക് ചിന്തിക്കാനുള്ള വിവരമില്ല. അതാ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ കോപ്രായത്തരങ്ങളാണ് ഇവരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത് 10 വോട്ടിന് വേണ്ടിയിട്ട്. 10 വോട്ട് എന്നുള്ളത് 2 വോട്ട് പോലും കിട്ടത്തില്ല എന്നുള്ള വാസ്തവം. കാര്യം ഇത് കേരളമായതുകൊണ്ട് നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ വിവരവും വിദ്യാഭ്യാസവും അറിവും ഒന്നുമില്ലാത്ത കുറെ ആളുകൾ ജീവിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതുപോലല്ലോ കേരളം. ഇവിടെ ഓരോരുത്തർക്കും ബുദ്ധിയും വിവരവും വിവേകവും അറിവും ഒക്കെ ഉണ്ടല്ലോ. ഒരു മനുഷ്യനെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. അത് ഇവർ മനസ്സിലാക്കിയില്ല. അത് ഇപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങും, എടാ അന്ന് സത്യമാണല്ലോ ഇത്. ഇലക്ഷന് മുമ്പ് ഈ ആളുകളെ ഓടി നടന്ന് സഹായിക്കുന്നു, ചാരിറ്റി വീഡിയോകൾ ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു, കഞ്ഞി കുടിക്കുന്നു, സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പിന്റെ കിരീടം കൊടുക്കുന്നു, ഒക്കെ നടന്നു. പക്ഷെ ഇപ്പൊ എവിടെ? ഇത് അന്ന് വരെ ഉള്ളായിരുന്നോ സ്നേഹം? ഇന്ന് അവർക്ക് ആ വിശ്വാസവും ആളുകളെ സ്നേഹിക്കുകയും തലോടുകയും കെട്ടിപ്പിടിക്കുകയും വേണ്ടേ? എല്ലാം കഴിഞ്ഞോ? എവിടെ 29 രൂപയുടെ അരി? ഇലക്ഷന് തൊട്ട് മുമ്പ് കൊണ്ടുകൊടുത്ത അരി എവിടെ? ഈ പാവപ്പെട്ട ആളുകൾ അന്ന് മാത്രം കഞ്ഞി കുടിച്ചാൽ മതിയോ? ബാക്കി ഈ 5 വർഷത്തേക്ക് അവർക്കൊന്നും വേണ്ടേ? അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇലക്ഷൻ സ്റ്റണ്ടുകൾ ചെയ്യുന്നത്? ആരെ പറ്റിക്കാനാണ്? ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാനോ? ഒരിക്കലും അതൊന്നും നടക്കുന്ന കേസല്ല. ഇനിയെങ്കിലും ഇത് കാണുന്ന ഈ ആളുകളും ഒപ്പം തന്നെ ഈ ജനങ്ങളെ പറ്റിക്കാനായിട്ട് നടന്ന ആളുകളും രാഷ്ട്രീയക്കാരും ഈ സുരേഷ് ഗോപി ഒക്കെ മനസ്സിലാക്കിക്കോ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ഒന്നും നേടാമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അങ്ങനെ പ്രതീക്ഷിച്ച് ഒന്നും നേടിയതൊന്നും നിലനിൽക്കില്ല. അതാണ് വാസ്തവം. നിങ്ങളൊക്കെ സത്യസന്ധന്മാരാണെങ്കിൽ എന്തുകൊണ്ട് സ്വിച്ചിട്ടതുപോലെ നിങ്ങളുടെ സേവനങ്ങളൊക്കെ അവസാനിച്ചു? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പള്ളികളിൽ പോകൂ, നിങ്ങൾ സഹായിക്കൂ, ഇനിയും സഹായിക്കൂ. അതല്ലേ യഥാർത്ഥ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇലക്ഷന് മുമ്പ് വരെ സഹായിച്ചിട്ട് എല്ലാം സ്വിച്ചിട്ട പോലെ നിർത്തിയത് എന്തുകൊണ്ടാണ്? അതാണ് പറ്റിക്കൽ. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, ബുദ്ധിയുള്ളവരാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്.
എന്തായാലും ഈ അടുത്ത മാസം 5-ാം തീയതി നമുക്കറിയാലോ എന്താണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതെന്നും നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ച ആളുകളുടെ അവരുടെ മറുപടി എന്താണെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാലോ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഭിനയം സിനിമയിൽ മതി. സിനിമയിലും മറ്റ് രാഷ്ട്രീയക്കാരോടാണെങ്കിൽ അത് ചില ആളുകളോട് മതി. എപ്പോഴും അഭിനയിച്ച് ഇങ്ങനെ നാടിനെയും നാട്ടുകാരെയും പറ്റിക്കാന്ന് പ്രതീക്ഷിക്കരുത്. ഒരിക്കലും വിജയിക്കില്ല.